ഇവിടെ വിന്റർ കഴിഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ ജാക്കറ്റ് വെക്കണേ? അടുത്ത വിന്ററിന് വേണ്ടിട്ടാ? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. തിരിഞ്ഞേ, പുറകിലേക്ക് തിരിഞ്ഞേ. വള്ളിയൊക്കെ ഉണ്ടല്ലേ കെട്ടാനായിട്ട് അതുമേ? ആ, ഇട്ട് നോക്കിയായിരുന്നോ? ആ, നല്ലതാ. ഓ, നല്ല നല്ല. ഇതിന്റെ നോർമൽ സെയിൽസ് പ്രൈസ് ഇട്ടേക്കുന്നത് $259. അപ്പോൾ അവിടെ നിന്ന് അവർ സെല്ല് ചെയ്യണത് $89. അത്രയും ഡിഫറൻസ് ഉണ്ട്. ഹലോ, ഞാൻ ആശിഷ്. എൻ്റെ കൂടെ സ്നേഹയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാൻ. ഞങ്ങളെന്നുള്ളത് ഫാഷൻ സ്പ്രീയിലാണ്. ഇത് ലിവർപൂളിലുള്ളതാണ്. അതായത് സിഡ്നി, ഓസ്ട്രേലിയയിൽ തന്നെയുള്ളൊരു സ്ഥലമാണ് ലിവർപൂൾ. അപ്പോൾ അവിടെയുള്ളൊരു ഷോപ്പിംഗ് സെൻറ്ററാണ്. ഇവിടെ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഉണ്ട്. അതായത് പല പല ഫേമസ് ബ്രാൻഡുകളുടെയും ഫാക്ടറി നേരിട്ട് നടത്തുന്ന ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ മാസീവ് പ്രൊമോഷൻസ് ഉണ്ട്. അതായത് 20% തുടങ്ങിയിട്ട് 70 to 80% വരെ ഡിസ്കൗണ്ട് വരുന്ന സ്റ്റോറുകളുണ്ട് ഇവിടെ. ഇവിടെ കാണുന്ന ചില ബ്രാൻഡുകൾ നിങ്ങൾക്ക് പരിചയമുള്ളതുണ്ടാവും, അല്ലാത്തതുണ്ടാവും. അപ്പോൾ ഓരോ കടകളുടെ വിശേഷങ്ങൾ പറ്റാവുന്ന രീതിയിൽ എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ പ്രൈവസീനെ ഇൻവേഡ് ചെയ്യാത്ത രീതിയിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. $19 ഇതിനൊക്കെ? $19 സ്നേഹ ഷൂസിൻ്റെയും ചെരുപ്പുകൾക്കെല്ലാം കളേഴ്സിനകത്തും പാറ്റേണിനകത്തും ഭയങ്കര ഒബ്സസ്ഡ് ആണ്. അപ്പോൾ മിക്ക സ്ഥലത്തും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഷൂസിൻ്റെയും ചെരുപ്പിൻ്റെ കടയിലും കയറാറുണ്ട്, പുതിയ പാറ്റേൺസോ അല്ലെങ്കിൽ കളേഴ്സ് എല്ലാം ഉണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം കയറി 2 കടകളിലും എന്താ പറയുക, സ്നേഹിക്കൊട്ടും താല്പര്യപ്പെടുന്ന രീതിയിലുള്ള ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ബാക്കി ഇനി കുറച്ചധികം കടകളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് കയറി ഇറങ്ങാൻ വെച്ചു. എങ്ങനെയാണോ? കയറിക്കോ, ഞാൻ വന്നോളാം. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ അടുത്ത് തന്നെ വേറെയും ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ കടകളുണ്ട്. അപ്പോൾ ടോമി ഹിൽഫിഗറിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പ്യൂമയുടെ ഷോറൂമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ 1-2 വലിയ വലിയ ബ്രാൻഡുകളുടെ ഷോറൂമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വന്നപ്പോൾ ടോമിയുടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് പ്രൊമോഷൻസിൻ്റെയൊക്കെ ബാനറുകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 50% ഡിസ്കൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സ്നേഹയുടെ ഇവിടെ വന്നാലും നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി നോക്കാം. ഈ ഒരു പ്രൊമോഷൻസ് ഇത്രയും ചീപ്പായിട്ട് എപ്പോഴും അങ്ങനെ കാണാറില്ലായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഇതിപ്പോൾ ലേഡീസിൻ്റെ സൈഡിലാണ്. അപ്പോൾ $29 തുടങ്ങിയിട്ട് മുകളിലേക്ക് പലതിനും പല പല പ്രൊമോഷൻസും കാണുന്നുണ്ട്. ഇവിടെ വിന്റർ കഴിഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ ജാക്കറ്റ് വെക്കണേ? അടുത്ത വിന്ററിന് വേണ്ടിയിട്ടാ? ഇതിപ്പോൾ ഞങ്ങൾ ലേഡീസിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവിടെ ജാക്കറ്റിന് മാത്രമല്ല ഒട്ടുമിക്ക സാധനങ്ങൾക്കും ഒരുപാട് പ്രൊമോഷൻസ് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം 50% ഡിസ്കൗണ്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മെൻസിൻ്റെ സൈഡാണ്. അത് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ 70% വെച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ മിക്കത് ഇങ്ങനെ ക്ലിയറൻസ് വരുമ്പോൾ സൈസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മിക്ക സ്ഥലങ്ങളിലും. ഇപ്പോൾ നിറ്റ് വെയർ ഉണ്ട്. ഇത് ഒട്ടുമിക്കത് ഇപ്പോൾ വിൻ്റർ വെയർ ആണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ, ഇവിടെ ഓസ്ട്രേലിയയിൽ സമ്മർ ആയതുകൊണ്ട് തന്നെ വിൻ്ററിൻ്റെ സാധനങ്ങളാണ് ഇവരിങ്ങനെ ഒരു വിലയ്ക്ക് വിൽക്കുന്നത്. ഇതിപ്പോൾ ജമ്പേഴ്സ് ഉണ്ട്, ജാക്കറ്റ്സ് ഉണ്ട്, അല്ലാതെ തന്നെ കോംബോ ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളാണ്. ഇവിടെ ഒരു നല്ലൊരു പ്രൊമോഷൻ തന്നെയാണ് 50% എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ സ്നേഹ നോക്കി അതേ ജാക്കറ്റ് തന്നെ മെൻസിനകത്തും ഉള്ളതാണ്. ഇത് റെഡും ബ്ലാക്കും കളറാണ്. ആക്ച്വലി ഇത് നമുക്കൊരു വിൻ്റർ ജാക്കറ്റ് എന്നും പറയാം. കൂടുതലും പിന്നെ ഇവിടെ കാറ്റ് കൂടുതലുള്ള കാരണം കൊണ്ട് ഒരു വിൻഡ് ബ്രേക്കറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും. ഇത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. തിരിഞ്ഞേ, പുറകിലേക്ക് തിരിഞ്ഞേ. വള്ളിയൊക്കെ ഉണ്ടല്ലേ കെട്ടാനായിട്ട് അതുമേ? ആ, ഇട്ട് നോക്കിയായിരുന്നോ? ആ, നല്ലതാ. ഓ, നല്ല നല്ല. കോട്ടിലെ നല്ലത് ഇത് തന്നെയാണ്. ആ, അതുമേ എഴുതിയിട്ടുണ്ടാവും വാട്ടർ പ്രൂഫ് ആണോന്ന്. ഉള്ളിൽ നോക്കിയേ. ആ, അതുമേ എഴുതിയിട്ടുണ്ടാവും.
ഇതിൻ്റെ നോർമൽ സെയിൽസ് പ്രൈസ് ഇട്ടേക്കുന്നത് $259. അപ്പോൾ അവിടെ നിന്ന് അവർ സെല്ല് ചെയ്യണത് $89. അത്രയും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ കിറ്റായിട്ടുണ്ടെന്ന്. ഇത് നൈറ്റ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബോക്സറും ബനിയനുമാണ്. അതിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. $150 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 50% എന്ന് പറയുമ്പോൾ $60 എടുത്ത്. അടിപൊളി. കുഴപ്പമില്ല. അത് ഞാൻ അവനിട്ടിട്ട് കണ്ട് എനിക്കെന്നെ എടുത്തു തുടങ്ങി. അത് ഇവിടെ ഉണ്ടല്ലോ ബ്രൗണൊക്കെ. നല്ല കളറല്ലേ? കുഴപ്പമില്ല. സ്നേഹ അത്യാവശ്യം സാധനങ്ങൾ അവൾക്ക് വാങ്ങേണ്ടത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് മെൻസിൻ്റെ സെക്ഷനിലേക്ക് വന്നായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് അവനെന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നത് അവളുടെ അനിയനെയാണ്. ഞങ്ങളുടെ കൂടെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവൻ കൊണ്ട് കൊടുത്തോക്ക്. മീഡിയ എടുത്താൽ മതി. അവനിട്ടില്ലേ ഞാൻ ഇട്ടോളാം. ശരി. അത് കാണുമ്പോൾ തന്നെ ഒരു വേറെ ചാത്തൻ ലുക്ക്. ആ ഹിൽ ഫിഗർ അത് വലിയ കുഴപ്പമില്ല. അത് കാണാൻ ഭംഗിയുണ്ട്. ഈ കാണുന്ന ടീഷർട്സിനും 50% ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് അവർ ഇട്ടിരിക്കുന്ന പ്രൈസിനേക്കാളും ഒരു 50% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു $40 $50 ഒരു റേഞ്ചേ വരുന്നുള്ളൂ. മീഡിയം വാങ്ങിച്ചാൽ മതി ആഫ്റ്റർ ഡിസ്കൗണ്ട്. മീഡിയം വേണ്ടി വരും. ഇവിടെ ഈ കളറും കണ്ടിട്ട് നന്നായിട്ടുണ്ട്. ഏത് മഞ്ഞ? ചന്ദന കളറാ? കളയോ? നീ വച്ചോയിക്കോ, പുറത്ത് വച്ചോയിക്കോ വേണമെങ്കിൽ. ഇവിടെ നിന്ന് എടുത്തതെല്ലാം അത്യാവശ്യം നല്ലൊരു ബാർഗെയിനായിട്ട് തോന്നിയായിരുന്നു. എന്ന് വെച്ചാൽ ആ ജാക്കറ്റ് എല്ലാം ആക്ച്വലി ഒരു എക്സ്പെൻസ് അല്ല, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമുക്കൊരു 3-4 വർഷത്തേക്ക് നമ്മൾ അത്യാവശ്യം നല്ലൊരു ജാക്കറ്റാണെങ്കിൽ ഉപയോഗിക്കും. പിന്നെ എന്ന് വെച്ചാൽ പല പല ജാക്കറ്റുകളും എല്ലാവർക്കും ഉണ്ടാകുന്ന വെച്ചാൽ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും എല്ലാവരും. പിന്നെ ഇവിടുത്തെ കാറ്റ് ഭയങ്കര കാറ്റായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിൻഡ് ബ്രേക്കർ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വാട്ടർ പ്രൂഫായിട്ടുള്ള ടൈപ്പാണ് എല്ലാവരും എടുക്കേണ്ടാവുന്നത്. ഇനി പോണ വഴിക്ക് ഒട്ടുമിക്ക കടകളിലും ഈ പറഞ്ഞ മാതിരി പ്രൊമോഷൻസ് ഉണ്ട്. തൊട്ടിപ്പുറത്ത് സി കെയിലും നല്ല പ്രൊമോഷൻസാണ് അവരിട്ടിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന കടയും ഈ സി കെയുടെ അത്യാവശ്യം വലിയൊരു സ്റ്റോറാണ് കാണുന്നത്. ബാക്കിയുള്ളിടത്തേക്കാളും കുറച്ചൊരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്തത്. ഇവിടെയും ഇത് ഏത് മറ്റേ കടകാലിയാക്കലാണല്ലോ, മറ്റേ പരമറ്റ വെസ്റ്റില്ലാത്തുള്ള മാതിരി തന്നെ. ഈ കട ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇതിനൊരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇതേമാതിരി 60% എന്നൊക്കെ പറഞ്ഞ് പ്രൊമോഷൻ വെച്ചേക്കാന്ന് വെച്ചാൽ കട കാലിയാക്കൽ എന്നുള്ള രീതിയിലാണ് അവർ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ വെച്ചത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചും കൂടി ഇവിടെ കണ്ടപ്പോൾ സെയിം ആയിട്ട് തന്നെയാണ് അവർ 60% എല്ലാം ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് ജോണി ബിഗ്, അതായത് വളരെ വലിയ സൈസുള്ളത്, അതായത് ട്രിപ്ലെക്സിന് മേലെ സൈസ് ഉള്ളവർക്ക് മാത്രം ഡ്രസ്സുകളുള്ളൊരു കടയാണ് ഇത്. ഈ ജാക്വി എന്നുള്ള കടയിലെന്ന് വെച്ചാൽ അത്യാവശ്യം ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ നിന്ന് ഓഫീസിലേക്കൊക്കെ ഉള്ള ഡ്രസ്സുകളെല്ലാം പർച്ചേസ് ചെയ്യുന്നൊരു മെയിൻ കട എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ഒട്ടുമിക്ക ഷോപ്പിംഗ് സെൻറ്റേഴ്സിനകത്തും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തും ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രൊമോഷൻസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് സ്നേഹ പിന്നെയും കയറി നോക്കിയതാണ്. ഇവിടെ ഒട്ടുമിക്കതിന് ഇപ്പോൾ പ്രൊമോഷൻ ഇട്ടേക്കണം $29.95 അല്ലെങ്കിൽ $49.95 അങ്ങനത്തെ ഒരു പ്രൈസിങ് ആണ്. അപ്പോൾ ഇവിടെ കാണുന്ന പല പ്രൊമോഷൻസ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഷോപ്പിംഗ് സെൻറ്ററിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മളിങ്ങനെ കൂടുതൽ കടകളിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്
ഇത് ഫിറ്റ് ആവോ? ഓ അവിടെ നിന്ന് മേടിച്ചാ? ചെറിയൊരു ടോപ്പ് പോലത്തെ സാധനം ഉടുപ്പ് കിട്ടിയിട്ട് മുകളിലിടാം. ഓവർ കോട്ട് പോലെ നല്ല ആഡിഡാസ് കയറുന്നുണ്ടോ? എനിക്കിവിടെ മനസ്സിലായെന്ന് വെച്ചാൽ ആഡിഡാസ് എന്നൊരു ബ്രാൻഡേ അല്ല ആക്ച്വലി. ഇവിടെ നോക്കുമ്പോൾ ആഡിഡാസിലേക്കൊന്നും അധികം അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന പീറ്റർ അലക്സാണ്ടർ എന്നുള്ളത് എന്താ പറയുക, സ്നേഹയൊക്കെ നൈറ്റ് ഡ്രസ്സ് വാങ്ങിക്കുന്ന ഒരു കടയാണ്. അപ്പോൾ അതിൻ്റെ അംബാസിഡർ ഒരു നായ്ക്കുട്ടിയാണ്. ഡാഷിൻ്റെ മാറ്റൊരു സാധനമാണ്. അപ്പോൾ അത് ഈയിടയ്ക്ക് അതിൻ്റെ അംബാസിഡർ എന്താ പറയുക മരിച്ചു പോയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ വാർത്തകളുണ്ടായിരുന്നു. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് കടയാണ് ബോൺസ് എന്ന് പറഞ്ഞിട്ട്. അത് ബോൺസിൻ്റെ ഔട്ട്ലെറ്റാണ്. ഇത് എന്താ വെച്ചാൽ അണ്ടർ ഗാർമെൻറ്റ്സും അതാണ് അവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പല പല പ്രൊഡക്ട്സുകളുണ്ട്. മെൻസിൻ്റെ ഉണ്ട്, അതേമാതിരി ലേഡീസിനുള്ളതുണ്ട്. ഇവർ പല ടൈപ്പ് പല പാറ്റേണിലുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ട്. ഇതെന്താ പറയുക, ബോൺസുള്ള മെയിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ അണ്ടർ ഗാർമെൻറ്റ്സ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ പല ക്ലൈമറ്റ് രീതിയിലുണ്ട്, പല സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതായത് വെയിലിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാനായിട്ട് അണ്ടർ ഗാർമെൻറ്റ്സ്, അതായത് ട്രേഡീസ് എന്ന് പറയും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അണ്ടർ ഗാർമെൻറ്റ്സ് അവർ ചെയ്യുന്നുണ്ട്. ഇത് ഇവരുടെ ബ്രാൻഡ് തന്നെയല്ല, മൾട്ടി ബ്രാൻഡഡ് ആയിട്ടാണ്. ഇപ്പോൾ ജോക്കിയുടെ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇവിടെ തെർമൽ ഉണ്ട്, ബനിയൻസ് ഉണ്ട്, അതായത് നമുക്ക് ഉള്ളിലിടാവുന്ന നോർമൽ ബനിയനുകളുണ്ട്, അല്ലാതെ സ്ലീപ്പ് വെയർ ഉണ്ട്. പിന്നെ ഇവരും മൊത്തത്തിലൊരു ഗാർമെൻറ്റ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ടീഷർട്ട് ഉണ്ട്, ജമ്പേഴ്സ് ഉണ്ട്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. മെയിനായിട്ട് ഇവരെന്നു വെച്ചാൽ മെയിൻ അണ്ടർ ഗാർമെൻറ്റ്സ് ആയിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അധികം അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇത് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ അകത്തുള്ള സ്റ്റോറാകുമ്പോൾ അവർക്ക് പ്രൈവസി ഭയങ്കരമായിട്ട് ഇവിടെ മാറ്റർ ചെയ്യുന്നതിനുണ്ട്, ആൾക്കാർക്കുള്ളതിനുണ്ട്. അത് ഞാൻ എടുത്തില്ലായിരുന്നു. ഇത് ഇവിടെ ഇങ്ങനത്തെ കടകൾ ഒരുപാടുണ്ട്. അതായത് ബെഡ് ആൻഡ് ലിനൻ എന്നുള്ള രീതിയിൽ കിടക്കയ്ക്കും കട്ടിലും എല്ലാം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഒരുപാടുണ്ട്. ഈ കാണുന്നതാണ് സൂപ്പർ ഡ്രൈ. ഞാൻ ഒരുപാട് ഇവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ടീഷർട്ട്സ് എല്ലാം പണ്ടൊക്കെ നല്ല ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല പ്രൈസിങ് ഒക്കെയാണ്. പിന്നെ ഇവിടെ ഓസ്ട്രേലിയയിലുള്ളൊരു പ്രശ്നം ഞങ്ങൾ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ എപ്പോഴും ഒരേ പാറ്റേൺ തന്നെയായിരിക്കും ഇവർ കൊണ്ടുവരുന്നത്. അതായത് ഒരേ കളർ ഡിസൈൻ, ഒരേ പാറ്റേൺ തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്നെല്ലാം കിട്ടിയാ അവരുടെ അടുത്ത് വിൻ്റർ ഗാഡ്ജറ്റ്സ്, അതായത് വിൻ്ററിന് ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങൾ, ഇപ്പോൾ ബീനി, ജാക്കറ്റ്സ് തന്നെ ഹെവി സ്നോക്കൊക്കെ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളതുണ്ട്. ശരിക്കും നമുക്കിവിടെ സിഡ്നിയിലൊന്നും അങ്ങനെ ഹെവി എന്നുവെച്ചാൽ സ്നോഫോളേ ഇല്ല സിഡ്നിയിലൊന്നും. അതിന് സ്നോയ്ക്ക് വേണ്ടിയിട്ട് സ്നോയി മൗണ്ടൻസിലേക്ക് വേറെ പോകണം. അപ്പോൾ അവിടേക്കൊന്നും ഇത്രയും വലിയ ജാക്കറ്റിനൊന്നും ആവശ്യകതകളില്ല. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ജപ്പാനിലേക്കൊക്കെ പോകുന്നവർ, കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്ത് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ പോകുന്നവരെല്ലാവരും. എന്നുവെച്ചാൽ ഇവിടുത്തെയും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡ് ഡോളറും വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ഷോപ്പ് ചെയ്ത് ന്യൂസിലാൻഡിലേക്ക്, അതായത് ഇപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ പല സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നവരുണ്ട്. ഇവിടെ വൈഡ് റേഞ്ച് ആവും എന്താ പറയുക സ്നോ ഗിയേഴ്സ്, അതായത് നമ്മുടെ ജാക്കറ്റുകൾ പല ടൈപ്പ് ഉള്ളതുണ്ട്. ഡൗൺ ജാക്കറ്റ്സ് ഉണ്ട്, അതേമാതിരി തന്നെ -5 തുടങ്ങിയിട്ട് -20 വരെ ഉള്ളതുണ്ട്. അതല്ലാതെ തന്നെ ഫ്ലീസ് ഉണ്ട്, ജസ്റ്റ് നമുക്ക് ഷർട്ടിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഫ്ലീസ് സ്ട്രൈപ്പ് ഉണ്ട്. പിന്നെ നമുക്കുള്ള വിൻഡ് ബ്രേക്കേഴ്സ് ഉണ്ട്, പിന്നെ ഉള്ളത് റെയിൻ കോട്ട് ഉണ്ട്. അങ്ങനെ എല്ലാം ആ ഒരു ടൈപ്പ് ഓഫ് സെക്ഷൻസ് ആണ് സൂപ്പർ ഡ്രൈ എന്നുള്ള ബ്രാൻഡ് ഇവിടെ ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ സ്ഥലത്തും അവർ ഇതേമാതിരത്തെ വലിയ കളക്ഷൻസ് ഇല്ല. മിക്കയിടത്തും അവർ ടീഷർട്ടും കുറച്ച് ബനിയനുകളുമാണ് അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക. ഇത് ക്രോക്കറി എല്ലാം വിൽക്കുന്ന ഒരു കടയാണ്. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ കയറിയാണ്. പിന്നെയുള്ളത് ഒറട്ടനാണ്. ഒറട്ടൻ്റെ ഒട്ടുമിക്ക സാധനങ്ങൾക്കും പ്രൊമോഷൻസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ അല്ലെങ്കിൽ ബോക്സിംഗ് ഡേ എന്നുള്ള രീതിക്കാണ് കൂടുതൽ പ്രൊമോഷൻസ് ഉണ്ടാവാറ്. ഇതിലും കൂടുതൽ
പ്രൊമോഷൻസ് എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം ഇവിടെ വന്നതിൽ നമ്മൾ കാര്യമായിട്ട് ഷോപ്പ് ചെയ്തെന്ന് പറയാനായിട്ട് ടോമി ഹിൽഫിഗറിനെ ആണെന്ന് വെച്ചാൽ അവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു പ്രൊമോഷണൽ പ്രൈസ് ആയിരുന്നു. നല്ലൊരു ബാർഗെയിനാണ് അവരവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസും പിന്നെ നമുക്ക് സൈസിനുള്ളതും കിട്ടുകയും ചെയ്തായിരുന്നു. വെച്ചാൽ മിക്ക സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രൊമോഷൻസ് എല്ലാം വരുമ്പോൾ നമ്മുടെ സൈസിനുള്ളതൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ ഓവർ സൈസ് ആയിട്ടുള്ളതാണ് എപ്പോഴും ഉണ്ടാവുക. പിന്നെ ഇങ്ങനത്തെ ഷോപ്പിംഗ് സെൻറ്ററിലെല്ലാം ഇങ്ങനെ ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ഉള്ള ഷോപ്പിംഗ് സെൻറ്ററിലെല്ലാം വെച്ചാൽ ഒരു കട മാത്രമല്ല, അവിടെ എല്ലാ കടകളിലും അവർ പ്രൊമോഷൻസ് ഇടും. അതായത് ഫുഡ് കൊടുക്കുന്ന കടകൾ ഒഴിച്ച് ബാക്കി എല്ലാ കടകളിലും അവർ അത്യാവശ്യം നല്ലൊരു പ്രൊമോഷൻ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള ചോയ്സസും, അതായത് ഇപ്പോൾ ആക്റ്റീവ് വെയർ ആയിക്കോട്ടെ, വിൻ്റർ വെയർ ആയിക്കോട്ടെ, സമ്മർ വെയർ ആയിക്കോട്ടെ, നമുക്ക് അപ്പോൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങൾക്കും പ്രൊമോഷൻസ് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ക്ലീനിങ് കാണാം. ബൈ.